ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ സെപ്റ്റംബർ മാസത്തെ എക്സാമിന്റെ ടൈം ടേബിൾ PSC പുറത്തിറക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ സെപ്റ്റംബർ മാസം ഇലക്ട്രിക്കൽ എത്ര എക്സാം, ഏതൊക്കെ എക്സാംസ് ഉള്ളത് എല്ലാവരും നോക്കാം. കോമൺ എക്സാം ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് എന്താ നാളെ തൊട്ട് കേട്ടോ. ഓക്കെ, 23/6 തൊട്ട് 12/7 വരെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, 23 നാളെ തൊട്ട് എന്താ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് എന്താ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇലക്ട്രിക്കലിൽ ഏതൊക്കെ എക്സാംസ് ആണ് ഉള്ളത് നമുക്ക് എന്താ നോക്കാം. ഓക്കെ. ഓക്കെ, ഇലക്ട്രിക്കലിന്റെ കേസിൽ കോമൺ എക്സാം ആയിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് 40/2023, 282/2023 ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, അതേപോലെ 672/2023 ഓവർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ. ഓക്കെ. അപ്പോ എക്സാം ഡേറ്റ് വന്നിട്ട് 30/9/2024 സെപ്റ്റംബർ മാസം 30 തീയതിയാണ് എന്താ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. 30/9/2024. ഓക്കെ. അപ്പൊ ഇതിൽ എത്ര എത്ര വേക്കൻസി ഉണ്ട്, എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തു, എത്ര അപ്ലൈ ചെയ്തേക്കുന്നതും സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഇലക്ട്രീഷ്യൻസിൽ 215 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്പർ ഓഫ് അപ്ലിക്കൻസ് കുറഞ്ഞേക്കുന്നത്. പിന്നെ ഓവർസീസ് ഗ്രേഡ് 1 കേസിൽ 11,014 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. 11,014 പേര് എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ കേസിൽ 9,166 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് സോറി, എത്ര വേക്കൻസി ആണ് ഉള്ളതെന്നില്ലായിരുന്നു നോക്കാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് സിലബസ് നമുക്ക് നോക്കാം. ഓക്കെ, സിലബസിലേക്ക് നമുക്ക് വരാം. അപ്പൊ കോമൺ എക്സാം 40/2021, 282/2023, 672/2023. അപ്പം 10 മൊഡ്യൂളിന് 10 മാർക്ക് വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. 10 മൊഡ്യൂളിന് 10 മാർക്ക് വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ മൊഡ്യൂൾ 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ. പിന്നെ മൊഡ്യൂൾ 2 ഇലക്ട്രോസ്റ്റാറ്റ്സ് ആൻഡ് മാഗ്നറ്റിസം. പിന്നെ മൊഡ്യൂൾ 3 ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, അതായത് AC ഫണ്ടമെന്റൽസ്. 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. 5ാമത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. ഇതിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇവിടെ ആഡ് ആക്കി വന്നേക്കുന്നത്. നിങ്ങൾക്കൊന്ന് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിലും ഈ ഒരു ടോപ്പിക് ഒക്കെ എന്താ നമ്മൾ അവിടെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ. പിന്നെ വയറിംഗ് ആക്സസറീസ്, അതായത് നമ്മുടെ ഡിസൈൻ എസ്റ്റിമേഷൻ കോച്ചിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. പിന്നെ എന്താ DC മെഷീൻസ് 10 മാർക്ക്, AC മെഷീൻസിനവിടെ 10 മാർക്ക്. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് 10 മാർക്ക് ഉണ്ട് അല്ലെ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 10 മാർക്ക്, പവർ ഇലക്ട്രോണിക്സിന് എന്താ 10 മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോ സിലബസ് എന്ന് പറഞ്ഞ ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണല്ലേ. ഓക്കെ. അപ്പോ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. കാരണം വെച്ചാല് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അത് നിങ്ങൾ എന്താ റിഫ്രഷ് ചെയ്താല് മതിയാവും. ഓക്കെ. അപ്പോ നമുക്ക് ഇനിയിപ്പം എത്ര വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. ഓക്കെ, ഇതിലിപ്പോ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് ഫസ്റ്റ് 40/2023 അത് ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യൻ ഡേയ്സിൽ ഇപ്പം ഓക്കെ 215 അപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു വേക്കൻസിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇപ്പൊ അടുത്തത് 252/2023. ഓക്കെ. 252/2023 അതിലെന്താ അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 252/2023. ഇനി അടുത്തേതല്ല 672/2023 അല്ലെ. നിങ്ങൾ ഒരിക്കലും എന്താ വേക്കൻസി നോക്കിയിട്ട് എന്താ നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, വേക്കൻസി എന്തായാലും കൂടുന്നുണ്ടാവും. ഓക്കെ. ഇതിന്റെ കേസിൽ 5 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വേക്കൻസി നോക്കിയിട്ട് എന്താ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത്, വേക്കൻസി ഒന്നോ രണ്ടോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ ഒരു വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ സൈഡിൽ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിലബസ് ഓറിയന്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, കോമൺ എക്സാം ആണ്. വേറെ കോമൺ ആയിട്ടുള്ളതൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നുന്നു. നമ്മളെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഇത് വന്നില്ലല്ലോ, ഈ മാസം വന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടെന്റേറ്റീവ് കലണ്ടർ പ്രകാരം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ല, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള രീതിയിലാണ് വന്നെന്ന് തോന്നുന്നു. പക്ഷെ എന്താ അത് ഈ ഒരു കലണ്ടറിൽ ഇവിടെ കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.